ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ ടേസ്റ്റുള്ളൊരു ചക്കരക്കഞ്ഞിയാണ്. ചക്കരക്കഞ്ഞി ഈ ചക്കരക്കഞ്ഞി ഇഷ്ടമില്ലാത്തവർ പോലും ഇതേപോലെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുടിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചക്കരക്കഞ്ഞി. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. പച്ചരിയാണ്. ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. പച്ചരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേവിക്കാനായിട്ട് വെക്കണം. ഒരു പാത്രത്തിലാണ് ഞാൻ വേവിക്കാൻ വെച്ചേക്കണം. കുക്കറിലിട്ട് അടിച്ചെടുത്താലും മതി. ഇത് ഒരു വിധം വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. അത് വെന്ത് കഴിയുന്നതിന് ശേഷം ഞാനൊരു ആ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് പയറാണ് എടുത്തേക്കണം. വൻപയർ. ഒരു ഗ്ലാസ് അരിയും അര ഗ്ലാസ് വൻപയറും. വൻപയർ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് അത് വേവിക്കാനായിട്ട് വെക്കണം. അരി വേവിച്ചപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് വെന്തതിന് ശേഷം ശർക്കരപ്പാനി ഉണ്ടാക്കണം. ഞാനൊരു 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ഉരുക്കാനായിട്ട് വെക്കണം. അതിൽ അരിച്ചെടുക്കണം. അതിന് ശേഷം ഇത് ഉരുകിക്കഴിഞ്ഞാൽ അതിന് ശേഷം അരിച്ച് വേണം എടുക്കാനായിട്ട്. അതിന് ശേഷം ഈ അരി വെന്തതിലേക്ക് ഈ പയറും വെന്തിട്ടുണ്ട്. പയറും ഇട്ട് കൊടുക്കണം. പയറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിയും പയറും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം. അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അത് മധുരം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം കുറച്ചാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് പാനി ഒഴിച്ചാൽ മതി. അതല്ല നല്ല മധുരം ഇതിനൊക്കെ നല്ല മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും മധുരം കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ശർക്കര ഒഴിച്ചു കൊടുക്കണേണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൽ ഞാൻ കുറച്ച് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതും ചിരവിയിട്ട് അതും ഇട്ട് കൊടുക്കണം. തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം അതും കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ അരി ചോറും ഈ പയറും ഈ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആകണം. അടി പിടിക്കാതെ നോക്കണം. ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. എന്നിട്ട് ഈ സമയത്ത് വേണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. കാരണം ശർക്കരയിൽ ഉപ്പുണ്ട്. അരിയും പയറൊക്കെ വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എനിക്ക് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഒന്നും കൂടെ ഒന്ന് തിളച്ച് ഇതായി കഴിയുമ്പം നമുക്ക് ഇനി ഓഫാക്കി വെക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ഏലക്ക, 2 ഏലക്കയും ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ എടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചേക്കണേണ്. അതെല്ലാം ഇതിൻ്റെ പൊടി തന്നെ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇറക്കി വെക്കാം. ഇതൊന്ന് താളിക്കാനായിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം തേങ്ങാക്കൊത്ത്, ഒരു 5-6 കുറച്ച് പീസ് തേങ്ങ എടുത്തിട്ട് അതിന് ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് ഈ നെയ്യിൽ മൂപ്പിച്ചിടണം. ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നെയ്യിൽ മൂത്ത തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ നേരത്ത്. അതിലേക്ക് 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്, കറുത്ത എള്ള്. അതും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പം ഇത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഈ നെയ്യ് കിടന്നൊന്ന് മുരിഞ്ഞ് വരണം. കരിഞ്ഞ് പോകരുത്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ച് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചക്കരക്കഞ്ഞിയാണ്.
പിന്നെ ഇഷ്ടമല്ല ചക്കരക്കഞ്ഞി ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണിത് ചക്കരക്കഞ്ഞി. പിന്നെ ഇത് വെള്ളമൊക്കെ ഇപ്പോൾ ഇത്തിരി കുറച്ച് വറ്റിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഇതിന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി പാത്രത്തിൽ ഗ്ലാസ്സിലൊക്കെ എടുത്തിട്ട് കുടിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ചക്കരക്കഞ്ഞിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.